വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. ദൈവത്തിൽ നിന്ന് കേട്ടത് അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ ഈ കാലങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. ദൈവം ഒരു വാഗ്ദത്തം അറിയിച്ചാൽ അത് ദൈവം നിവർത്തീകരിച്ചെടുക്കും. ദൈവം ഒരു വാഗ്ദത്തം അറിയിച്ചാൽ ദൈവം അത്, ചിലർ പറഞ്ഞില്ല, ദൈവം അത് ചേർന്ന് പറഞ്ഞ, ദൈവം വാഗ്ദത്തം അറിയിച്ചാൽ ദൈവം അത് നിവർത്തീകരിച്ചെടുക്കും. ദൈവം നിങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് അങ്ങനെ തന്നെ നിവർത്തീകരിച്ചെടുക്കുവാൻ ഇടയാകുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം ചെയ്ത് ആ കരങ്ങൾ അടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങൾ വാഗ്ദത്ത നിവർത്തിയിൽ കടന്നു വരും. അതിലെ ഒന്ന്, വാഗ്ദത്തം കേട്ടയാള് വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ഒരുങ്ങുമ്പോൾ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ചിലർ പിന്മാറിപ്പോകും. കാരണം പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ അവർക്ക് നിൽക്കാൻ കഴിയുകയില്ല. മനസ്സിലായോ? ചിലർ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ചെടുക്കുന്നത് കാണും. കാരണം പ്രതികൂലങ്ങളുടെ നടുവിലും വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് അവർ ചുവടുവയ്ക്കും. രണ്ട് പക്ഷത്ത് നിൽക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുകയില്ല. പിന്മാറിയിട്ട് വാഗ്ദത്ത നിവർത്തി കാണാൻ കഴിയുകയില്ല. പിന്മാറിയാൽ വാഗ്ദത്തം കാണുകയില്ല. സ്തോത്രം ചെയ്യതേ. പക്ഷെ ഇതിലേതെങ്കിലും ഒന്ന് ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഇന്ന് പകൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ പറയണം, ഞാൻ ഇറങ്ങി തിരിച്ചത് ദൈവം എന്നോട് കേട്ട വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. അതിനിടയിൽ കൊണ്ടുവരുന്ന പൈശാചിക തടസ്സങ്ങളെ ജയിച്ച് ഞാൻ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. യെസ്, വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. വാഗ്ദത്തം പ്രാപിക്കുവാൻ ഇടയാകും. ദൈവത്തിൽ നിന്ന് കേട്ടത് അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരെ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു തലമുറ ഈ കാലങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കും. കുഞ്ഞെ, നിന്റെ വാഗ്ദത്തത്തെ തടയാനാണ് പിശാച് പലതും കൊണ്ടുവരുന്നത്. സ്തോത്രം. പക്ഷെ വാഗ്ദത്തം ലഭിച്ച നീ അപ്പോൾ മുതൽ ഉണർന്നിരിക്കണം. സ്തോത്രം. ആർക്കും ലഭിച്ചിട്ടില്ലാത്തൊരു വാഗ്ദത്തം നിനക്കും നിന്റെ കുടുംബത്തിൽ ലഭിച്ചാൽ നിങ്ങൾ ഉണർന്നിരിക്കുക. അതിന്റെ നടുവിലെ വാഗ്ദത്തത്തിന് വേണ്ടി ഒരുങ്ങുക. അത് നിവർത്തീകരിക്കുവാൻ അവൻ ശക്തനാണ്. ഈ ദിവസങ്ങൾ അങ്ങനെ ഉണരണം, ഒരുക്കപ്പെടണം. എന്നെക്കുറിച്ച് കേട്ട, എൻ്റെ കുടുംബത്തെക്കുറിച്ച് കേട്ട ദൈവ ശബ്ദം അതങ്ങനെ തന്നെ നിവർത്തീകരിച്ചെടുക്കുന്ന നാളുകൾ എൻ്റെ മുൻപിൽ ഞാൻ വിശ്വാസത്താൽ കാണുകയാണെന്ന് ഇന്ന് പകൽ പറയുന്ന എത്ര പേരുണ്ട്? യെസ്.